ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരു തവണ മഞ്ചൂരിയൻ തയ്യാറാക്കിയ ശേഷം എനിക്ക് വെറൈറ്റി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയാണ് കേട്ടോ. ആ ഒരു തവണ തയ്യാറാക്കിയ മഞ്ചൂരിയൻ അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും തയ്യാറാക്കാനുള്ള ഈ ഒരു ത്വര. പിന്നെ നമ്മൾ എല്ലാ തവണയും ഒരേ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടല്ല കേട്ടോ തയ്യാറാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഓരോ തവണയും തയ്യാറാക്കുന്നത്. ഇന്നും നമ്മൾ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഗ്രീഡിയൻറ്റ് അത്രയും വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. കാരണം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഗോബി മഞ്ചൂരിയൻ എന്നായിരിക്കും. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതും ആ ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കോളിഫ്ലവർ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധിക സമയമൊന്നും ചൂടുവെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോളിഫ്ലവറിൽ അവിടെ ആയിട്ട് പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാവും. അതൊന്ന് കളഞ്ഞു കിട്ടാനായിട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ 5 മിനിറ്റ് ശേഷം വെള്ളം എല്ലാം കളഞ്ഞിട്ട് 2-3 തവണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കോൺഫ്ലോർ, അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ലെമൺ ജ്യൂസ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തെങ്കിലും എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതായപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് വല്ലാതെ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ചോപ്പ് ചെയ്ത ഗാർലിക്, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം സവോളയും ക്യാപ്സിക്കവും സ്ക്വയറായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ക്യാപ്സിക്കവും വല്ലാതെ കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 3 മിനിറ്റിന് ശേഷം സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിന്റെ മിഡിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, സോയാ സോസിന്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവാള മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോബി 65 കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിന്റെ മേലെയായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാനും മറക്കരുത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.